ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ കടലേ നല്ല അടിപൊളിയായിട്ട് ചെമ്മീനും അതുപോലെ ചക്കക്കുരുവും മുരിങ്ങക്കായും ഒക്കെ കൂടി ഇട്ടിട്ടൊരു അടിപൊളി തോരൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാൻ, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറുണ്ണാൻ ഇത് മാത്രം മതി, വേറൊരു കറികളും വേണ്ട. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്ന സമയമാണ്, അതുപോലെ മുരിങ്ങക്കായ സീസണാണ്. അപ്പം നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ചക്കക്കുരു നമ്മളതിൻ്റെ ഉള്ളിലത്തെ ചുമന്ന കളറുള്ള ആ സുന്നറ്റിയൊന്നും കളയുന്നില്ല കേട്ടോ. അത് നമ്മൾ നേരെ ഇതുപോലെ തോല് മാത്രം കളയുന്നുള്ളൂ. അതിന് ശേഷം നല്ല കട്ടി കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. നമ്മളങ്ങനെ ശ്രമിക്കരുത്, കത്തി കൊണ്ട് ഇതേപോലെ ചെയ്യേണ്ട. കട്ടിങ് ബോർഡിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെറുതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. പെട്ടെന്ന് അരിയാനൊരു എളുപ്പ വഴി ഉണ്ട് കേട്ടോ. ചക്കക്കുരു ഒന്ന് വാടിയതിന് ശേഷം ഇങ്ങനെ അരിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ അരിഞ്ഞ് കിട്ടും. നല്ല ടെമ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കിതുപോലെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിത് വാടിയ ശേഷം ചെയ്തപ്പോഴാട്ടോ അതിൻ്റെ സൂത്രം മനസ്സിലായത്. അപ്പം നമ്മൾ ചക്കക്കുരൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പോൾ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വലിയ ഉള്ളികൾ മാത്രം എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ണ് നീറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കട്ട് ചെയ്യേണ്ട, നേരെ ഇടാം. വെന്ത ശേഷം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചക്കക്കുരു കഴുകിയതിലേക്ക് കുറച്ച് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസമായ മുരിങ്ങക്കായാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, വേകുമ്പോൾ സെറ്റായിക്കോളും എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ എന്തായാലും ഫ്രഷ് എടുത്തോളൂ. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ്. ഒട്ടും പുളിയില്ലാത്തൊരു മാങ്ങ കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങയാണ് ബെറ്റർ. പക്ഷേ ഇവിടെ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തീരെ പുളിയില്ലാത്ത മാങ്ങ നോക്കി എടുത്തു. അപ്പോൾ ഒരു മാങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പുളിയുള്ള മാങ്ങ എടുക്കുകയാണെങ്കിലും ഒരു മാങ്ങ മതിയാവും. ഇനിയിപ്പോൾ പുളി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ തോലൊക്കെ ചെത്തി മാങ്ങേനെ ഒന്ന് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോലോട് കൂടി വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. മാങ്ങ വേകുമ്പോൾ അടിപൊളിയായിട്ട് കഴിക്കാൻ വെന്ത് കിട്ടും. അപ്പോൾ നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് നേരെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കി ഇടാം, എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മുഴുവൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മൂവാണ്ടൻ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 മാങ്ങ ഇട്ടാലും ഇതിൽ ഏറില്ല, കാരണം പുളിയൊന്നും ഓവറായിട്ട് പോവില്ല. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. അപ്പം ഞാൻ ഫുള്ള് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ അരിയൽ പരിപാടി ഏകദേശം തീരാറായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ആരംഭിക്കാം. നമ്മൾ കൊഞ്ചാണ് കേട്ടോ, ചെറിയ ചെമ്മീനാണ്. പക്ഷെ ഞാൻ വാങ്ങിയത് നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു കേട്ടോ. നല്ല വൃത്തികേടൊന്നുമില്ല, അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ നന്നായിട്ട് മുള്ളു കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് എപ്പോൾ ചെമ്മീൻ കൊണ്ടുവച്ചാൽ ഇതാണ് അവസ്ഥ കേട്ടോ. ഞാൻ തലേദിവസം കൊണ്ടുവച്ചിട്ടുള്ളൂ, പക്ഷേ ഇത് നിറച്ച് ഉറുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ടിന്നിൽ ഇട്ട് വയ്ക്കാൻ പഠിച്ചിട്ട് നേരെ കവറിൽ കെട്ടി വെച്ചതാണ്. പക്ഷേ ഇത് ഇരട്ടി പണിയായി, മൊത്തം ഉറുമ്പ് കയറിയിട്ടോ. ഇനി നമുക്ക് ആ ഉറുമ്പിനെയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉറുമ്പിനെയൊക്കെ കളഞ്ഞ ശേഷം മാത്രം വറുത്തെടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറുമ്പ് മൊത്തം അത് തന്നെ പൊരിഞ്ഞു കിടക്കും കേട്ടോ. നമ്മളിത് വറുത്തെടുത്ത ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ആ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മൊത്തം ഒന്നും ശരിയായി കിട്ടുന്നില്ല. അപ്പം ഞാൻ അതേപോലൊരു തുണി നമുക്കൊന്ന് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൈയും കാലും തലയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പം നേരെ കൊണ്ടുപോയി ഇടുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ മുഴുവനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമ്മളിത് എപ്പോഴും ചെമ്മീൻ വറുത്തിട്ട് കഴുകുക നല്ലത്, കാരണം കഴുകി കഴിഞ്ഞിട്ട് വറക്കുമ്പോൾ ഒരുപാട് സമയമാവും അതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് ഞാനൊരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് കുറച്ച് ഏറിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പീര കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്താ ഒരു കഷ്ണം ഇഞ്ചി നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. പക്ഷേ ഞാൻ പകുതി വേവായപ്പോൾ നോക്കിയപ്പം ഉപ്പുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ സമയത്ത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മുളക് പൊടിയാണ് ഒന്നും കൂടി ബെസ്റ്റ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും മുളക് പൊടി ഇടാന്ന് വെച്ച് നോക്കുമ്പോൾ പാത്രത്തിൽ മുളക് പൊടി ഇല്ല. പിന്നെ അത് നമ്മളത് എടുത്തിടണം. അലർജി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുറേ സമയം തുമ്മലങ്ങ് പോകും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഇപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറേ പച്ചമുളക് ഇരിപ്പുണ്ട്. അപ്പം ഇനി അത് വാടി നാശമാകുമ്പോൾ എടുത്ത് കളയാറാണ് സാധാരണ. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ പച്ചമുളക് ഇതിലോട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇത് കണ്ടില്ലേ, ചട്ടി കുറച്ച് വലിപ്പം കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതിൽ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ഇളക്കാൻ കണ്ട് നല്ല കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഈ മിക്സ് ഒന്ന് എടുക്കണേ. പക്ഷെ ഇത് വെന്ത് വരുമ്പം ഈ ചട്ടിയിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ അതിനുശേഷം എന്താ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ അങ്ങ് നന്നായിട്ട് ഞെരടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. പക്ഷേ ഈ പച്ചയോട് കൂടി നമ്മളിങ്ങനെ കൈകൊണ്ട് ഇളക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രുചി പിന്നെ കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതൊക്കെ സെറ്റായി. ഇനി നേരെ നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. വെന്ത് കിട്ടി കണ്ടില്ലേ. നമുക്കിനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെക്കാം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഐറ്റമാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി ഐറ്റമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.